ലോകേഷിന് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ഒരു തമിഴ് സിനിമയാണ് ബെൻസ് എന്ന് പറഞ്ഞ സിനിമ. രാഘവ ലോറൻസ് ഒക്കെയാണ് സിനിമയിൽ അഭിനയിക്കുന്ന കേന്ദ്ര കഥാപാത്രമായിട്ട്. വില്ലനായിട്ട് നമ്മുടെ നിവിൻ പോളിയാണ് വരുന്നത്. എന്തായാലും നമ്മുടെ രവി മോഹനും സിനിമയിൽ ജോയിൻ ആയിരിക്കുകയാണ്. പുള്ളിക്കാരനും സിനിമയിൽ ഒരു പവർഫുൾ ആയ വില്ലൻ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ബെൻസ് സിനിമയിൽ, ഫ്യൂച്ചർ സിനിമയിലും നമ്മുടെ രവി മോഹൻ സിനിമയിൽ ഭാഗമാകുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഉർവശിയുടെ വരാൻ പോകുന്ന ഒരു മലയാള സിനിമയാണ് ജഗദമ്മ എന്ന് പറഞ്ഞ സിനിമ. പടം ഉടൻ തന്നെ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഫെബ്രുവരി മാസം ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ആദ്യ വാരത്തോടെ. കലീഷ് രാമനാഥ്, നോബി, അതുപോലെ തന്നെ ജിബിൻ ഗോപിനാഥ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരൊക്കെയാണ് സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളായിട്ട് അവരെ അഭിനയിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ ശിവാസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു പൊളിറ്റിക്കൽ സ്റ്റോറിയാണ് സിനിമയുടെ കഥ വരാൻ പോകുന്നത്. കാത്തിരിക്കുന്ന നമുക്ക് ജഗദമ്മ എന്ന് പറഞ്ഞ ഉർവശി സിനിമയ്ക്കായിട്ട്. മറ്റൊരു സിനിമയാണ് കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ആന്നി പെപ്പ് വർഗീസ്, അതുപോലെ തന്നെ സുനിൽ, കബീർ സിംഗ്, ദസറ വിജയൻ, ഹനാൻഷ എന്നിവരൊക്കെയാണ് സിനിമയിൽ മറ്റു കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. പടത്തിന്റെ കംപ്ലീറ്റ് ഷൂട്ടിങ്ങും അവസാനിച്ചിരിക്കുകയാണ്. പാക്കപ്പ് ആയ രീതിയിൽ ഒരു അടിപൊളി പോസ്റ്റർ സിനിമയുടെ ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മുടെ കാന്തര സിനിമയിലെ മ്യൂസിക് ഡയറക്ടറാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. പോൾ ജോർജ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഡെബ്യൂട്ടായ ഡയറക്ടർ തന്നെയാണ്. പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ ക്യൂബ് ഡയമണ്ട്സ് തന്നെയാണ് മാർക്കോസ് സിനിമയുടെ നിർമ്മാതാവ്. എന്തായാലും മെയ് മാസം 15 സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് ദൃശ്യം 3 സിനിമേന്റെ തന്നെയാണ്. സിനിമയുടെ ഭാഗത്ത് പുതിയ പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദൃശ്യം 3 സിനിമേന്റെ ഭാഗത്ത് ഡെയിലി ഓരോ പോസ്റ്റേഴ്സും അപ്ഡേറ്റും കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയാസിൽ. എന്തായാലും ഏപ്രിൽ 2 സിനിമ ഗ്രാൻഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് അടിപൊളി ക്യാരക്ടർ പോസ്റ്റർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ലാലേട്ടന്റെ. നമ്മുടെ മ്യൂസിക് നമ്മുടെ അനിൽ ജോൺസൺ ആണ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ ജിത്തു ജോസഫ് ആണ്. ഏപ്രിൽ 2 സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നാളെ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻസ് ആരൊക്കെയാണെന്നുള്ളൊരു അപ്ഡേറ്റ് വരുന്നതാണ്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് സിനിമ ഡിസ്ട്രിബ്യൂഷൻ അപ്ഡേറ്റിനായിട്ടും. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കൈദി 2 സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എന്ന് പുറത്തു വരും. കാരണം നിലവിലെ സിനിമയുടെ പേര് മാറ്റിയിട്ടുണ്ട്. ദില്ലി എന്നാണ് പേര് മാറ്റിയിരിക്കുന്നത്. ഒരു 30 സെക്കൻഡുള്ള ഒരു ടൈറ്റിൽ ടീസർ വീഡിയോ തന്നെയാണ് പുറത്തു വരാൻ പോകുന്നത്. അതും മാർച്ച് മാസം 14 പുറത്തു വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. മാർച്ച് മാസം 14 ലോകേഷിന്റെ പിറന്നാൾ ദിനം. അന്ന് എന്തായാലും നമുക്ക് കൈദി എന്ന സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസർ കാണാൻ സാധിക്കും നമുക്ക് ഒഫീഷ്യൽ പേജസിൽ. എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ടൈറ്റിൽ ടീസർ അന്ന് റിലീസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെയായിട്ട് ആ ഷോർട്ട് ഫിലിം കൂടി റിലീസ് ചെയ്ത സന്തോഷം. അടുത്ത അപ്ഡേറ്റ് ദുരന്തർ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ ട്രെയിലർ ഈ വരുന്ന മാർച്ച് മാസം ആദ്യ വാരം 5 പുറത്തു വരാൻ പോവുകയാണ് പല ഭാഷകളിലായിട്ട്. ഇപ്രാവശ്യം പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യ ഭാഗം ഹിന്ദി പകർപ്പിലാണെങ്കിൽ സെക്കൻഡ് പാർട്ട് പാൻ ഇന്ത്യൻ ഭാഷയിലാണ്. ഒരേ സമയത്ത് മലയാളം ഉൾപ്പെടെ ഭാഷകളിൽ സിനിമ തിയേറ്റർ റിലീസ് വരുന്നതാണ്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് ദുരന്തർ സിനിമയുടെ ട്രെയിലറിനായിട്ട് മാർച്ച് മാസം 5 കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ.